എല്ലാവർക്കും ഹായ്, ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നിങ്ങൾ ഇവിടെ പുതിയ ആളാണെങ്കിൽ ഞാൻ വൈറൽ വിഷൻ 8 ആണ്. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ഒരു യൂട്യൂബ് ചാനൽ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കാൻ പോകുന്നു. നിങ്ങളുടെ ചാനലിന് അനുയോജ്യമായ ഇടം എങ്ങനെ തിരഞ്ഞെടുക്കാം? ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ നിങ്ങൾ എടുക്കുന്ന ഏറ്റവും നിർണായകമായ തീരുമാനങ്ങളിൽ ഒന്നാണ് ഒരു പ്രത്യേക മേഖല തിരഞ്ഞെടുക്കുക എന്നത്. ഒരു വീടിന്റെ അടിത്തറ പോലെയാണ് ഇത്. നിങ്ങൾ അത് ശരിയായി മനസ്സിലാക്കിയാൽ മറ്റെല്ലാം വളരെ എളുപ്പമായിരിക്കും. പക്ഷേ അത് തെറ്റിയാൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതായി അല്ലെങ്കിൽ തളർന്നുപോയതായി തോന്നാം. ശരിയായ പ്രേക്ഷകരെ ലക്ഷ്യം വയ്ക്കാൻ ഒരു നല്ല മേഖല നിങ്ങളെ സഹായിക്കുന്നു, നിങ്ങൾക്ക് വ്യക്തത നൽകുന്നു, കൂടാതെ കണ്ടന്റ് സൃഷ്ടാക്കളുടെ കടലിൽ നിന്ന് വേറിട്ടു നിൽക്കാൻ പോലും നിങ്ങളെ അനുവദിക്കുന്നു. ആദ്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കൂ. ഉള്ളടക്കം നിർമ്മിക്കാൻ ശ്രമിക്കാത്തപ്പോൾ പോലും നിങ്ങൾ എന്താണ് ചെയ്യുന്നതോ സംസാരിക്കുന്നതോ ആസ്വദിക്കുന്നത്? ഗെയിമിംഗ്, പാചകം, പ്രോജക്റ്റുകൾ അല്ലെങ്കിൽ സാങ്കേതിക അവലോകനങ്ങൾ എന്നിവയിൽ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടോ? നിങ്ങളുടെ ഇടം നിങ്ങളെ ആവേശഭരിതരാക്കുന്ന ഒന്നായിരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, കാരണം നിങ്ങൾ സ്ഥിരമായി അതിനെക്കുറിച്ച് ഉള്ളടക്കം സൃഷ്ടിക്കും. അടുത്തതായി നിങ്ങളുടെ ആശയങ്ങൾ ചുരുക്കേണ്ടതുണ്ട്. ഫിറ്റ്നസ് അല്ലെങ്കിൽ യാത്ര പോലുള്ള വിശാലമായ ഒരു ഇടം വളരെ മത്സരാത്മകമാണ്. അത് വേറിട്ടു നിൽക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കൂടുതൽ നിർദ്ദിഷ്ടമായ ഒന്നിലേക്ക് അതിനെ ചുരുക്കാൻ ശ്രമിക്കൂ. ഉദാഹരണത്തിന്, ഫിറ്റ്നസ് എന്നതിനു പകരം തുടക്കക്കാർക്കുള്ള ഫിറ്റ്നസ് അല്ലെങ്കിൽ തിരക്കുള്ള അമ്മമാർക്കുള്ള ഹോം വർക്കൌട്ടുകൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം. കൂടുതൽ വ്യക്തമാകുന്തോറും നിങ്ങളുടെ അതുല്യമായ സ്ഥാനം കണ്ടെത്തുന്നത് എളുപ്പമാണ്. നിങ്ങളുടെ പ്രേക്ഷകരെക്കുറിച്ച് സംസാരിക്കാം. നിങ്ങൾ ആർക്കുവേണ്ടിയാണ് സൃഷ്ടിക്കുന്നത്? ഗവേഷണം ഇവിടെ പ്രധാനമാണ്. നിങ്ങളുടെ സാധ്യതയുള്ള ചാനലുകളെ നോക്കുക, അവരുടെ അഭിപ്രായങ്ങൾ പരിശോധിക്കൂ. ആളുകൾക്ക് എന്തൊക്കെ ചോദ്യങ്ങളുണ്ട്? അവർ പരിഹരിക്കാൻ ആഗ്രഹിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ ലക്ഷ്യ പ്രേക്ഷകരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി നിങ്ങളുടെ ഉള്ളടക്കം പരിഷ്കരിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു. യൂട്യൂബ് അഭിപ്രായങ്ങൾ ബ്രൌസ് ചെയ്യുന്നതിനും ഉള്ളടക്കം വിശകലനം ചെയ്യുന്നതിനുമുള്ള ബിറോ. തീർച്ചയായും നിങ്ങൾ മത്സരവും പരിശോധിക്കേണ്ടതുണ്ട്. നിങ്ങൾ തിരഞ്ഞെടുത്ത സ്ഥലത്ത് എത്ര പേർ ഇതിനകം ഉള്ളടക്കം നിർമ്മിക്കുന്നുണ്ടെന്നും അവർ എന്താണ് ചെയ്യുന്നതെന്നും കണ്ടെത്തും. അവർ അത് നന്നായി ചെയ്യുന്നുണ്ടോ? നിങ്ങൾക്ക് പുതിയ എന്തെങ്കിലും കൊണ്ടുവരാൻ കഴിയുമോ? ഇവിടെയാണ് നിങ്ങളുടെ സർഗ്ഗാത്മകത പ്രസക്തമാകുന്നത്. നിങ്ങളുടെ പ്രത്യേക മേഖല തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അത് പരീക്ഷിക്കാനുള്ള സമയമായി. ഉള്ളടക്കം നിർമ്മിക്കാൻ തുടങ്ങുക. നിങ്ങളുടെ പ്രേക്ഷകർ എങ്ങനെ പ്രതികരിക്കുന്നുവെന്ന് കാണൂ. നിങ്ങളുടെ മേഖലയ്ക്കുള്ളിൽ വ്യത്യസ്ത വിഷയങ്ങൾ പരീക്ഷിക്കുക. ഏതാണ് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതെന്ന് വിശകലനം ചെയ്യുക. അതിനനുസരിച്ച് ക്രമീകരിക്കൂ. ആദ്യ ദിവസം മുതൽ തന്നെ അത് പൂർണ്ണതയിലെത്തിക്കേണ്ടതില്ല. പരിശോധന പ്രക്രിയയുടെ ഭാഗമാണ്.